വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പയില് കണ്ട പോലെ തന്നെ കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. സിവിലിൽ വന്നിട്ടുണ്ട്, ഇലക്ട്രിക്കലിൽ വന്നിട്ടുണ്ട്, ഇലക്ട്രോണിക്സിന് വന്നിട്ടുണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ വന്നിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നില്ലാതെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഇലക്ട്രിക്കൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എഡ്യൂസോൺ എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ബാക്കിയുള്ള ബ്രാഞ്ചസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ 69/2024 യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അസിസ്റ്റന്റ് ഇൻസ്ട്രുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. സോറി, അസിസ്റ്റന്റ് ഇൻസ്ട്രുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റീസിലാണ്. 55,200 തൊട്ട് 1,15,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിരിക്കുന്നത്. ഒരു വേക്കൻസിയാണ് അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 69/2024 ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. 21 തൊട്ട് 40 വയസ്സ് വരെയുള്ളവരെയാണ് ഏജ് ലിമിറ്റ്. ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അതായത് ബിടെക് ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 19/6/2024 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇത് നിങ്ങളുടെ പ്രൊഫൈല് 2 ദിവസം അവൈലബിൾ ആവുന്നുണ്ടാവും. അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ആവാൻ ശ്രമിക്കുക. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഡിലേ ആയി കഴിഞ്ഞാൽ സൈറ്റ് ഹാങ് ആവാനും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തത് 70/2024 ഇലക്ട്രിക്കലിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. 3 വേക്കൻസിയാണ് ഉള്ളത്. സെയിം സ്കെയിൽ ഓഫ് പേ തന്നെയാണ്. 21 തൊട്ട് 40 വരെ ബിടെക് ഇൻ ഇലക്ട്രിക്കലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി അടുത്താണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിക്കൊണ്ടിരുന്നത് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്. PWD പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 55,200 തൊട്ട് 24,15,300 വരെയാണ്. 2 വേക്കൻസിയാണ് അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയാണ് വേക്കൻസി എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ലിങ്ക് കൂടെ നമുക്ക് താഴെ കൊടുക്കാം. ഓക്കെ, അപ്പം ഇതില് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 19 തൊട്ട് 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ്, പ്രിഫറബിളി വിത്ത് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്ട്. ഡിഗ്രി ഇൻ റേഡിയോ എഞ്ചിനീയറിംഗ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ. ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഓഫ് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഓർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓഫ് ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഓർ എനി അതർ ഈക്വലന്റ് ഡിപ്ലോമ. MSc ഫിസിക്സ് ഓർ അപ്ലൈഡ് ഫിസിക്സ് വിത്ത് വയർലെസ് ആസ് എ സ്പെഷ്യൽ സബ്ജക്ട്. അപ്പൊ ഇതിന്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഓക്കെ, ഇതിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇക്വലന്റ് ആയിട്ട് ബിടെക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻകാർക്ക് എന്ത് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ECE, എംടെക് ഇൻ പ്രോസസ്, എംടെക് ഇൻ ഇലക്ട്രോണിക്സ്, ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിൻ, BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാർക്ക് എന്ത് ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇത് ലാസ്റ്റ് ഡേറ്റ് 19/6/2024 ലാസ്റ്റ് ഡേറ്റ്. 2 ദിവസത്തിനുള്ളിൽ എന്താ നിങ്ങളുടെ പ്രൊഫൈൽ ഇത് അവൈലബിൾ ആകുന്നുണ്ടോ. ഓക്കെ, ഇനിയിപ്പോ അടുത്ത കാറ്റഗറി നമ്പർ എന്ന് വെച്ചാൽ 88 കേട്ടോ. ഓക്കെ, കാറ്റഗറി നമ്പർ 88. കാറ്റഗറി നമ്പർ 88/2024 ഹാർപ്പർ എഞ്ചിനീയറിംഗ് സ്പെഷ്യൽ NC ആണ്. SC/ST കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുന്നുള്ളൂ. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഓവർസർ ഗ്രേഡ് 3 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 സിവിലിലേക്ക്. SC/ST കാൻഡിഡേറ്റ്സിനാണ് ഒരു വേക്കൻസിയാണ് ഉള്ളത്. 26,500 തൊട്ട് 60,700 വരെയാണ് സ്കെയിൽ ഓഫ് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST കാൻഡിഡേറ്റ്സും 18 തൊട്ട് 41 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് SLC, അതേപോലെ അത് കൂടാണ് NTC. ഓക്കെ, അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ 93 94 ഉണ്ട്. 93 94 എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് തന്നെയാണ്. അത് ഇലക്ട്രീഷ്യൻ. ഓക്കെ, 93 94 കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇലക്ട്രീഷ്യനിലേക്കാണ്. ഈഴവ ബിലവത്തി ഒരു വേക്കൻസിയും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഒരു വേക്കൻസിയാണ് ഉള്ളത്. 18 തൊട്ട് 41 വയസ്സ് വരെയും 18 തൊട്ട് 39 വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഈഴവ ബിലവത്തി കാൻഡിഡേറ്റ്സിന് 18 തൊട്ട് 39 വരും. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 18 തൊട്ട് 41 വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് പറയാനുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.